ക്ലൈമാക്സിൽ ആ ഒരു പോർഷൻ നടക്കുമ്പോൾ ഇവൻ എന്നെ വിളിച്ചു ഫോണിൽ ഓക്കെ വിളിച്ചിട്ടാണ് അടുത്തിരിക്കുന്ന ചേട്ടാ പൊട്ട വിറ്റ് ഒരു രക്ഷയില്ല പൊട്ട കത്തു എന്ന് പറഞ്ഞ അടുത്ത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ആവാൻ തുടങ്ങി. സന്തോഷായി. ഭയങ്കര ഇമോഷനായി. കാരണം അവൻ അകത്തിരുന്ന വിളിച്ചു പറയുന്നത്. അപ്പൊ എനിക്ക് എന്തോ ആ സമയം ഭയങ്കര ഹാപ്പി. ഈ ത്രില്ലർ ജോണർ എഴുതുന്ന സമയത്തെ നമ്മൾ സസ്പെൻസ് ഒളിപ്പിച്ച് വെക്കണമല്ലോ. അപ്പൊ അത് എങ്ങനെ ചെയ്യണം, അത് എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ള ഒരു ട്രിക്സ് മാക്സിമം ഓഡിയൻസിന് കിട്ടാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് നമ്മൾ എഴുതുമ്പോൾ നമ്മളും ചിന്തിക്കും. ഇപ്പൊ നമ്മൾ ഓഡിയൻസ് ആയിട്ട് ചിന്തിക്കുമല്ലോ, അവിടെ ചിലപ്പോൾ ഡൗട്ട് അടിക്കും. അത് കുറെ ഒഴിവാക്കാൻ നോക്കുക. ഡയലോഗ്സിൽ അല്ലെങ്കിൽ എക്സ്പ്രഷൻസിലൊക്കെ മാക്സിമം ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ചിന്തിക്കുന്നത് കറക്റ്റാണ്, നമ്മൾ എഴുതുന്നത് കറക്റ്റാണ്, നമ്മൾ പറയുന്നത് കറക്റ്റാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെന്ന് വേറൊരാളുടെ അടുത്തുനിന്ന് ഒരു ഡിസിഷൻ, ഒരു വാക്ക് കേൾക്കുമ്പോഴാണ് തോന്നുന്നത്. അപ്പം വരുന്നത്. ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ കൂടെ രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. രണ്ടാമത്തെ സിനിമയാണ് അല്ലേ, ലിൻഡോ ആൻഡ് ജോമോൻ. ഹായ്. ദൃഢം സിനിമയുടെ റൈറ്റേഴ്സ് ആണ്. അതെ, ദൃഢം ഇറങ്ങി എനിക്ക് തോന്നുന്നു ഒരുവിധം സക്സസ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഫീൽ എന്താ? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഈ എഴുത്തുകാരൊക്കെ കുറച്ച് സംസാരിക്കാൻ കുറച്ച് പുറകിലുള്ള ആൾക്കാരാണോ? അയ്യോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നല്ലോണം അതോ ട്രാക്കിലായി കഴിഞ്ഞാൽ? ട്രാക്കിലായി കഴിഞ്ഞാൽ ഇവൻ നന്നായി സംസാരിക്കും. ഇവൻ കുറച്ച് സംസാരം കുറവാണ്, എന്നാലും സംസാരിക്കും. ഒരു സോൺ കംഫർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംസാരമാണ്. സെറ്റ് ആവും. ഓക്കെ. നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ വർക്ക് ആവുന്നത് എങ്ങനെയാ? അവൻ കോളേജിൽ ഒരുമിച്ചാണ് പഠിച്ചത്. വെച്ചാൽ ഇവൻ ഇലക്ട്രോണിക്സ് ആയിരുന്നു, ഞാൻ ഇംഗ്ലീഷ്. പക്ഷെ ഒരേ ബാച്ചായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ പരിചയം. അപ്പം ഈ സ്റ്റേജ് ഐറ്റംസിലൊക്കെ കയറാൻ നേരത്ത് ഗ്രൂപ്പൊക്കെ സെയിം ആയിരിക്കും. അപ്പം നാടകവും പ്രത്യേകിച്ച് അവിടെ ആമ്പിള്ളേര് കുറവായിരുന്നു, സ്റ്റുഡൻസ് കുറവായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഐറ്റംസിനൊക്കെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അങ്ങനെ ഭയങ്കര കമ്പനി ആയതാണ്. അപ്പൊ രണ്ടുപേരുടെയും നമ്മുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് സിനിമയാണെന്നുള്ളത് അങ്ങനെ വന്നതാണ്? അല്ല, അങ്ങനെ വന്നല്ല. അങ്ങനെയല്ല കഥ. അങ്ങനെയല്ല കഥ. കഥ പറഞ്ഞു. അത് കോളേജൊക്കെ കഴിഞ്ഞ് സമയത്ത് നമ്മൾ കോളേജിൽ പ്രോഗ്രാംസ് ചെയ്യും, നാടകം ചെയ്യും, തെരുവുനാടകം ചെയ്യും. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്യും. അത് കഴിഞ്ഞ് വയനാട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി പോയി. ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് ചോദിക്കാൻ, നമുക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്താലോ എന്ന് ചോദിക്കുന്നു. അവിടുന്ന് സിനിമയിലേക്ക് വരുന്നു. ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചെയ്യാം. മറ്റേ ആലോചനയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആടാ ചെയ്യാം, ഓക്കെ. അത് ഇതിനേക്കാൾ കോമഡി വെച്ചാൽ അത് കുറച്ചാട് നടന്നു. എന്ന് വെച്ചാൽ നമ്മൾ ആരും അറിയില്ലല്ലോ, സിനിമാക്കാരെ അറിയില്ല, അതുപോലെ പുറകെ കിടക്കുന്ന ആരും അറിയില്ല. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക്, ആ സമയത്ത് ഫേസ്ബുക്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്രൊഡക്ഷൻസ് ഒക്കെ ഉണ്ട്, ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ. ഇവരൊക്കെ മെസ്സേജ് 1-2 ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് വലിയ സ്റ്റോറിയാണ്, അപ്പൊ ഇത് ഷോർട്ട് ഫിലിമേ ചെയ്യാൻ പറ്റില്ല, സിനിമയ്ക്ക് പറ്റിയ കഥയാ, വലിയ കഥയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനെ വിളിച്ചു പറഞ്ഞാ എല്ലാവരും ഇങ്ങനെ സിനിമയ്ക്ക് പറ്റിയ കഥയാ, അപ്പൊ ഇവനോട് വർക്കാം, നമുക്ക് സിനിമ ചെയ്യാം. ഭയങ്കര പിന്നീട് അങ്ങോട്ട് അനുഭവിച്ചു. ആ ഒരൊറ്റ വാക്കിന് പുറത്ത് ഒരു 5 കൊല്ലം അങ്ങോട്ട് അനുഭവിച്ചു നല്ലപോലെ. ഇവൻ അസാബിന്റെ സാറായിരുന്നു. അപ്പൊ ജോബ് റിസൈൻ ചെയ്യേണ്ട വന്ന്, എഴുതാനൊക്കെ വീട്ടിലിരിക്കാന്നൊക്കെ. ആ സമയത്ത് ജോലി കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ? ഇല്ല, നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റിങ്ങിന് വരേണ്ടവർ എറണാകുളത്ത് ഇങ്ങനെ കണ്ടിന്യൂസ്. അപ്പൊ നമുക്ക് കമ്പനിയിൽ നിന്ന് അങ്ങനെ ലീവ് കിട്ടില്ല. അപ്പം എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനെ ഡെയിലി പേയ്മെന്റിലുള്ള വർക്ക് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ഓപ്ഷൻ. ഞാനും അങ്ങനെയായിരുന്നു, ഇവനും അങ്ങനെയായിരുന്നു. അസാപ്പിന്റെ സാറ് AC റൂമിൽ ഇരുന്ന് 10-40,000 റുപ്യ ശമ്പളം ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് പൊരി വെയിലത്ത് ഉള്ള വർക്കിലേക്ക് അങ്ങ് മാറി കഴിഞ്ഞു. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ ഡയലോഗിന് ഇല്ല, അങ്ങനെ അതൊരു റിഗ്രറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം പിന്നെ ആദ്യം തോന്നുമായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി നല്ല ജോലി കളഞ്ഞ് പിന്നെ ഓരോ ചെറിയ ചെറിയ ജോലികൾക്ക് പോകുമ്പോൾ തെറ്റായ ഡിസിഷൻ ആണോ എടുത്തോണ്ടിരിക്കുന്നത്, കാരണം സിനിമയിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പൊ അതിങ്ങനെ തെറ്റായ ഡിസിഷൻ ആണോ എടുത്തോണ്ടിരിക്കുന്നത് എന്നൊരു പല തോന്നലുണ്ടായിട്ടുണ്ട്. പലതവണ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും, അത് വേണ്ട, സിനിമയെ നോക്കാം. അപ്പൊ ചെറിയ ചെറിയ വർക്കിന് പോകുമ്പോ അതങ്ങനെ ഒരു ഡൗട്ട് ആദ്യമൊക്കെ തോന്നിയിരുന്നു. ഇപ്പൊ ദൃഢം ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്കൊരു കോൺഫിഡൻസ് കൂടിയോ? കൂടി. ഇനി നമ്മൾ ഇത് തന്നെ നമ്മുടെ ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു എന്നുള്ളൊരു തോട്ട് വന്നു. ഓക്കെ. നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോ നിങ്ങളുടെ ഒരു ഫീൽ എന്തായിരുന്നു? ഭയങ്കര തിയേറ്ററിൽ വർക്കായിരുന്നു. കാരണം നമ്മൾ ആദ്യം ഒരു ഡബിന്റെ ഒരു എഡിറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിയേറ്ററിലാണ് പടം കാണുന്നത്. നമ്മൾ കാണണ്ടാന്ന് പറഞ്ഞു. എന്നെ മാർട്ടിൻ ബ്രോ ഇങ്ങനെ വിളിച്ച് ചോദിക്കാം, ബ്രോ ഇങ്ങനെ ഉണ്ട്, കാണുന്നോ, അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ബ്രോ, തിയേറ്ററിൽ കണ്ടോളാന്ന് പറഞ്ഞു. ഞാൻ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരുണ്ട് നെവിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആള് പടത്തിലും ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവനും ഉണ്ട്, പ്രിവ്യൂവിന് കാണുന്നുണ്ട്. അപ്പം ക്ലൈമാക്സിൽ ആ ഒരു പോർഷൻ നടക്കുമ്പോൾ ഇവൻ എന്നെ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ടാണ് അടുത്തിരിക്കുന്ന ചേട്ടാ പൊട്ട വിറ്റ് ഒരു രക്ഷയില്ല പൊട്ട കത്തു എന്ന് പറഞ്ഞതിന്റെ അടുത്ത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ആവാൻ തുടങ്ങി. ഭയങ്കര ഇമോഷനായി. കാരണം അവൻ അകത്തിരുന്ന വിളിച്ചു പറയുന്നത്. അപ്പൊ എനിക്ക് എന്തോ ആ സമയം ഭയങ്കര ഹാപ്പിയായിരുന്നു.
അത് ഇനി പുറത്ത് അത് കഴിഞ്ഞ ഉടനെ അവരെല്ലാരും വന്ന് പറഞ്ഞ് സെറ്റടാ ഈ പറഞ്ഞ പോലെ ആ പോർഷൻ അവിടെ കിടക്കി എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആ ഒരു സാധനം ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിങ്ങൾക്ക് ഇതിനൊരു സ്പാർക്ക് എവിടെ നിന്നായിരുന്നു കിട്ടിയത് ഈ ഒരു കഥയുടെ? അത് ആക്ച്വലി എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ 80കളിൽ നടന്നൊരു റിയൽ ഇൻസിഡന്റ്. അത് ഒരു സ്റ്റാർട്ട് മാത്രം, പടത്തിന്റെ തുടക്കം ഈ പറഞ്ഞ പോലെ അവിടെ നിന്നാണ്. അത് സ്പോയിലർ അല്ല. അതായത് ഒരു കൈപ്പത്തി കിട്ടിയ ഒരു ഇൻസിഡന്റ്. നമ്മളെ അവിടെ തലപ്പുഴ ഭാഗത്ത് ഈ പറഞ്ഞ ഒരു കാട് ഏരിയന്റെ സൈഡിൽ റോഡിൽ ഈ ഒരു കൈപ്പത്തി വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അപ്പച്ചനോട് ഇങ്ങനെ ചോദിക്കും നടന്ന സംഭവങ്ങളും അല്ലെങ്കിൽ പണ്ട് നടന്ന എന്തെങ്കിലും ഇൻസിഡൻസോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ആളെന്നോട് പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ചെറിയ സ്റ്റാർട്ടിങ് മാത്രം, ബാക്കി പരിപാടികളൊക്കെ വേറെ ഗ്രേഡ് ഡെവലപ്പ് ചെയ്തു. ഈ രണ്ടുപേര് റൈറ്റേഴ്സ് വരുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ടോ? കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവലില്ല. ഇല്ല. മനസ്സിലാവും പെട്ടെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ ഞാൻ പറയുന്നത് ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നും. പക്ഷെ അത് ഇവൻ കേൾക്കുമ്പോ പാടാണ്, അത് വേണ്ട പറയും. ഇവൻ പറയുമ്പോ തിരിച്ച് അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്കിടയിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. അതിപ്പോ ഞാൻ ഇവനോട് അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ഇവനും അത് ഞാൻ പറഞ്ഞ കൊള്ളാത്ത അങ്ങനത്തെ ഒന്നുമില്ല. ആണല്ലേ ഓക്കെ. ഞാൻ പറയുമ്പോഴും അവനോട് പറയടാ അത് നടക്കൂല കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്കും ഓക്കെ അപ്പൊ നടക്കില്ല. ഇങ്ങനെ പെട്ടെന്ന് തന്നെ അത് അങ്ങനെയാണ് എന്നുള്ള ഒരു ഡിസിഷൻ വരുന്നതുകൊണ്ട് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടാവില്ല, ഇനിയും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ. ഈ രണ്ട് റൈറ്റേഴ്സ് വരുന്ന സമയത്തുള്ള ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടോ? അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ക്രിപ്റ്റിൽ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ തന്നെ സെക്കൻഡ് ഡ്രാഫ്റ്റ് കിട്ടുക എന്നുള്ള ഒരു സാധനം കിട്ടും. അപ്പൊ തന്നെ വർക്കാവോ ഇല്ലേ? നമ്മളൊരു സീൻ ഒരു പ്രേക്ഷകനോട് പറയുന്ന പോലെ തന്നെയാണല്ലോ കൂടെയുള്ള ആളോട്. അപ്പൊ അവൻ ചിന്തിക്കുന്നത് ഒരു പ്രേക്ഷകൻ എന്നുള്ള ഉപരി ഒരു റൈറ്ററായിട്ട് കൂടി ചിന്തിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കറക്ഷൻസ് കിട്ടും. ഇപ്പൊ ഈ സീൻ ഇങ്ങനെ പോകുമ്പോൾ അത് അതിനേക്കാൾ ബെറ്റർ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഒരു സാധനം കിട്ടും. നമുക്കിതുവരെ തോന്നിയിട്ടില്ല. ചിലപ്പം ചിലർക്ക് തോന്നുന്നുണ്ടാവാം, നമുക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ കറക്റ്റ് ആയിരിക്കും. അതെല്ലാവരും നമ്മൾ ചിന്തിക്കും ഓക്കെ നമ്മൾ ചിന്തിക്കുന്നത് കറക്റ്റാണ്, നമ്മൾ എഴുതുന്നത് കറക്റ്റാണ്, നമ്മൾ പറയുന്നത് കറക്റ്റാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെന്ന് വേറൊരാളുടെ അടുത്ത് നിന്ന് ഒരു ഡിസിഷൻ ഒരു വാക്ക് കേൾക്കുമ്പോഴാണ് തോന്നുക. അപ്പം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടേ ഉള്ളൂ അത്. ഈ ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് വരുമല്ലോ, നമ്മൾ ചിലപ്പോൾ എഴുതുന്ന സമയത്ത് ഒരു ബ്ലോക്ക് ഒക്കെ വരുമല്ലോ, ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുക? ഒന്ന് പുറത്തൊക്കെ പോയി അങ്ങനെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചിരിക്കുകയാണോ? നല്ല ഫുഡൊക്കെ അടിക്കും. നമുക്ക് അവിടെ പിന്നെ പുറത്തുനിന്ന് ഇറങ്ങി നടക്കാം. ഒന്നെങ്കിൽ ഇവന്റെ വീട്ടിൽ അല്ലെങ്കിൽ എന്റെ വീട്ടിലൊക്കെ ആയിരിക്കും എഴുതാനിരിക്കുക. ഇതിന്റെ സ്ക്രിപ്റ്റ് അവിടെ കൊച്ചി വെച്ച് എഴുതിയതല്ല, വീട്ടിലിരുന്ന് എഴുതാറ്. ഈ സിനിമയുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ മീറ്റിംഗ് പരിപാടി അല്ലെങ്കിൽ പ്രീ നടക്കുമ്പോൾ പോസ്റ്റ് നടക്കുമ്പോൾ അങ്ങനത്തെ പരിപാടിക്ക് ഇവിടെ കൂടുതൽ ഉണ്ടാവുക. മീറ്റിംഗ്സിന് എഴുത്ത് എന്തായാലും കൺഫേം വീട്ടിലാണ്, ഒന്നല്ലേ അവന്റെ വീട്ടിലല്ല എന്റെ വീട്ടിൽ. ഞാൻ ഓർത്ത് എറണാകുളത്ത് ഇരുന്ന് നമുക്ക് വെച്ചാൽ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഫുള്ള് വയനാടാണ്. ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി അവിടെ ഉണ്ട്. ഇപ്പൊ എന്റെ വീട്ടിനവിടെ ആണെങ്കിലും വയലും സൈഡിൽ ഗ്രൗണ്ട്, വൈകുന്നേരം കളിക്കാൻ പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ പുഴ, നമുക്ക് നടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ വീട്ടിലെ ഫുഡും. അപ്പം എന്റെ വീട്ടിലാണെങ്കിലും അത് തന്നെയാണ്, പുറത്തിറങ്ങി നടക്കാനുള്ള എല്ലാം അടിപൊളിയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് എല്ലാം വരുന്ന സമയത്ത് നമ്മൾ റിലാക്സ് ചെയ്യാൻ അങ്ങനെയാണ്. ഒന്നിറങ്ങി പുറത്തേക്ക് രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് നടക്കും. ഒരു 10-15 മിനിറ്റ് തിരിച്ചു നടന്നപ്പോഴത്തേക്കും പരിപാടി സെറ്റാ, അടുത്ത എഴുതാനുള്ള പരിപാടി തുടങ്ങാം. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. ഈ സിനിമയുടെ ക്ലൈമാക്സ് ആയിരുന്നു അടിപൊളി. എല്ലാവരും എനിക്ക് തോന്നുന്നു ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമാക്സ് ആയിരുന്നു. അത് എഴുതാൻ ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടായിരുന്നു? ക്ലൈമാക്സ് ആദ്യം നമുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഈ പരിപാടി ഒരു ട്രാക്ക് പറഞ്ഞു വന്നപ്പോ തന്നെ ഓക്കെ ക്ലൈമാക്സ് ഈ പറഞ്ഞ പോലെ എക്സ്പെക്ട് ചെയ്യാത്തൊരു പരിപാടി, അല്ലെങ്കിൽ ചെയ്യാത്തൊരു സാധനം, ഒരു ഷോക്ക് കൊടുക്കുന്ന രീതിയിൽ വരണം എന്ന് വെച്ചപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത ഒരു ട്രാക്കും പരിപാടിയും കാര്യം സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ സംസാരത്തിൽ ഓക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ അടിപൊളിയായിരിക്കും എന്ന് നമ്മളത് ഫിനിഷ് ചെയ്യും. ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഉള്ളിലെ പല കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് പിന്നീടാണ്. ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടാവും മൊത്തം ഒരു സ്ക്രിപ്റ്റ് എഴുതി തീർക്കാനൊക്കെ ആയിട്ട്? ഘട്ടം ഘട്ടമായിരുന്നു. ഒരേ സമയത്ത് 2 എണ്ണമൊക്കെ എഴുതും അങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരെണ്ണം എഴുതുകയാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് വരും. അത് ഒരേ സമയത്ത് ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫ് ആണ്. നമ്മൾ ആദ്യം തന്നെ എവിടെ നിന്ന് തുടങ്ങി എവിടെ തീരണം എന്നുള്ള മൊത്തം ഐഡിയയും സെറ്റ് ചെയ്തതിന് ശേഷമേ എഴുതി തുടങ്ങുള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ എഴുതി തീർന്ന് കുറച്ച് ബ്രേക്ക് ഒക്കെ എടുക്കുമ്പോൾ വേറെ കോമഡി സബ്ജക്റ്റ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അത് എഴുതുമ്പോൾ നമുക്ക് വലിയ ഇഷ്യൂസ് വരില്ല, അതിൽ തന്നെ ഇൻവോൾവ് ആയി നിൽക്കും. ശേഷം ഇവിടെ തിരിച്ചു വരും. മാർട്ടിൻ ബ്രോയും വേറെ പടത്തിന്റെ ഷൂട്ടിലൊക്കെ ആയിരുന്നു നമ്മളിത് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തതിന് ശേഷവും. അപ്പം നമ്മൾ ആ കിട്ടുന്ന ഗ്യാപ്പുകളിലാണ് വർക്ക് ചെയ്തത്. നമ്മളെ ഫസ്റ്റ് പടത്തിന്റെ ഷൂട്ടിംഗ് സമയത്തൊക്കെ ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മളൊരു ഡ്രാഫ്റ്റ് ആകി വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ പല ടൈമുകളിലായിട്ടാണ് സെറ്റ് ചെയ്ത് വന്നത്. ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് ഏത് സീൻ എഴുതാനായിരുന്നു? ഇല്ല അങ്ങനെ ഏകദേശം ഒരേ ടൈം തന്നെയാണ്. ഭയങ്കര ബ്ലോക്ക് അങ്ങനെ വന്നിട്ടില്ല. ഓൾറെഡി നമ്മള്
ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ നേരിട്ടിരുന്ന് സംസാരിച്ച് ഫുൾ സ്റ്റോറി ആയതിനു ശേഷമേ നമ്മൾ എഴുതാൻ സീൻ തുടങ്ങാറുള്ളൂ. ബൈ സീൻ ഉണ്ടാവും. ഓക്കെ. അതുകൊണ്ട് എഴുതുമ്പോൾ എന്നിട്ടേ എഴുതാൻ തുടങ്ങുള്ളൂ. അല്ലാതെ അന്ന് എങ്ങനെ എഴുതി തുടങ്ങാം ആ ഒരു പരിപാടി ഇല്ല. കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എഴുതി തുടങ്ങുക. ഓക്കെ. ഈ കഥ ആദ്യം നരേറ്റ് ചെയ്യുന്ന ആരോടായിരുന്നു? ഈ സ്ക്രിപ്റ്റ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്? മാർട്ടിൻ ബ്രോനോട്, ഫെബിനോട് ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം പറഞ്ഞിട്ടില്ല, ഗോഡിന്റെ ഡയറക്ടറോട് ഓക്കെ. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ബ്രോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു? നമ്മൾ അത്യാവശ്യം Just വരുന്ന വെറുതെ തോട്ടൊക്കെ ഫെബിനോട് ഇങ്ങനെ പറയും വരുന്ന പരിപാടി. ഇപ്പൊ മാർട്ടിൻ ബ്രോനോടും അതേപോലെ തന്നെ ആ ആദ്യം കണക്ഷൻ ഫെബി ആയിട്ടായിരുന്നു. ഓക്കെ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സബ്ജക്റ്റ് ഒക്കെ നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്ത് നല്ലതെന്ന് തോന്നുമ്പോൾ നമ്മൾ ഫെബിനോട് പറയും ബ്രോ ഇങ്ങനെ. അപ്പൊ ഫെബി പറയും ബ്രോ കൊള്ളാം രസമുണ്ട്, അല്ലെങ്കിൽ ബ്രോ എത്ര വർക്കല്ല, ഇങ്ങനെ പറയും. അപ്പം അങ്ങനെ ഒരു ഇത് സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ മാർട്ടിൻ ബ്രോയും ഫെബിയും കമ്പനിയായിരുന്നു. അങ്ങനെയാണ് മാർട്ടിൻ ബ്രോ ഫെബിനോട് സംസാരിക്കുമ്പോൾ ഫെബി നമ്മുടെ കാര്യം പറയുന്നു, നമ്മൾ മാർട്ടിൻ ബ്രോയും ഞാനും സംസാരിക്കുന്നത്. അങ്ങനെയാണ് ദൃഢത്തിന്റെ പരിപാടി പറയുന്നത്. ഓക്കെ. അപ്പം ആൾക്ക് വർക്കായി, കൊള്ളാം നമുക്കത് വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ വന്നു. ഇപ്പം നമുക്ക് വരുന്ന തോട്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഫെബിനോട് പറയുന്ന പോലെ മാർട്ടിൻ ബ്രോയോടും പറയും ബ്രോ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന് കേൾക്കും. അപ്പൊ ആളെപ്പോഴാണെങ്കിലും ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ ബ്രോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറയും. കേൾക്കും. നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ച് ശല്യം ചെയ്യിപ്പിച്ച് കേൾപ്പിക്കും. അപ്പൊ ആള് പറയും ബ്രോ അത് കൊള്ളാട്ടോ, അതിലൊരു പരിപാടി ഉണ്ട്. ആളുടെ ടേസ്റ്റ് നമുക്ക് അറിയാം എങ്ങനത്തെയാണ് ഏതാ മൂഡ്. ചിലപ്പോൾ അതായിരിക്കില്ല, പക്ഷെ ആള് പറയും ബ്രോ നല്ല പരിപാടിയാണ്, ബ്രോ അത് വർക്ക് ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫെബി അതേപോലെ തന്നെ ബ്രോ ആ പരിപാടി കൊള്ളാം. രണ്ടുപേരും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മെന്ററാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കഥ പറയുന്ന സമയത്ത് ഡിസിഷൻ നമുക്ക് രണ്ടൊക്കെ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. മൂന്നാമതൊരാണെന്ന രീതിയിൽ അവർ രണ്ടുപേരും നമുക്ക് ഭയങ്കര ഹെൽപ്പായിട്ടുള്ള ആൾക്കാർ വരാറുണ്ട്. ഓക്കെ. ഈ ത്രില്ലർ ജോണർ എഴുതുന്ന സമയത്തെ നമ്മൾ സസ്പെൻസ് ഒളിപ്പിച്ച് വെക്കണമല്ലോ. അപ്പൊ അത് എങ്ങനെ ചെയ്യണം, അത് എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ള ഒരു ട്രിക്സ് എന്താ നിങ്ങളുടെ? ട്രിക്സ് മാക്സിമം ഓഡിയൻസിന് കിട്ടാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ എഴുതുമ്പോൾ നമ്മളും ചിന്തിക്കും. അപ്പൊ നമ്മൾ ഓഡിയൻസ് ആയിട്ട് ചിന്തിക്കുമല്ലോ, അവിടെ ചിലപ്പോൾ ഡൗട്ട് അടിക്കും. അത് കുറെ ഒഴിവാക്കാൻ നോക്കുക. ഡയലോഗ്സിൽ അല്ലെങ്കിൽ എക്സ്പ്രഷൻസിലൊക്കെ മാക്സിമം ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ചില നമ്മൾ ദൃഢം സംബന്ധിച്ചൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, നമുക്ക് പറ്റാത്ത കുറച്ച് പോർഷൻസ് വരും. മേ ബി കുറച്ച് ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ മേ ബി അങ്ങനത്തെ ഇതിലായിരിക്കാം. നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അത് കൊണ്ടുവരാതെ. അപ്പം ആരെയും പ്രതിനെ കാണിക്കാതെ, കുറ്റവാളിനെ കാണിക്കാതെ കൊണ്ടുപോകാൻ നമുക്ക് ഇഷ്യൂസ് ഇല്ല. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഒരു വട്ടമൊക്കെ കാണിക്കുവാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണക്ട് ആവുമെന്നുള്ളത് പെട്ടെന്ന് പിടിച്ചളയൂലേ. അല്ലെങ്കിൽ നമ്മൾ എഴുതിയും കൊണ്ടിട്ട് അവസാനം ക്ലൈമാക്സ് ഒരു സീനിൽ ഒരു വില്ലനെയും കൊണ്ടുവരണം. അപ്പൊ നമുക്ക് ഇഷ്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരാളെ നമ്മൾ ഇപ്പൊ ഇയാളാണ് സസ്പെക്ട്, അപ്പൊ അയാളെ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട. അയാളുടെ കോസ്റ്റ്യൂം ആണെങ്കിലും ലുക്ക് ആണെങ്കിലും സംസാരമാണെങ്കിലും എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പോകേണ്ട വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് കാരണം ഒരു വാവ് കിട്ടണമെങ്കിൽ ഓൾറെഡി കാണിച്ചു വരുത്താൻ ഒരാളാണെങ്കിലാണ് കൂടുതൽ വാവ് അടിക്കുള്ളൂ. ഈ സാധാരണ എല്ലാ സിനിമകളിലും നമുക്ക് ഡൗട്ട് അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നെഗറ്റീവായിട്ട് ഇങ്ങനെ, അതായത് കുറച്ച് ബൈ ആക്ഷൻസ് അങ്ങനെ വരും. അത് എല്ലാ സിനിമകളിലും അത് വേണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ പ്രതിനെ കുറച്ച് എങ്ങനെ കാണുമ്പോഴും ഡൗട്ട് അടിക്കുന്ന ഒരു സാധനം വന്നാൽ പെട്ടെന്ന് അവനിലേക്ക് പോകും. അങ്ങനത്തെ ഒരു 10 ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയല്ലോ. ഇപ്പൊ ഞാനാണെങ്കിലും എന്തായാലും ഇയാളായിരിക്കൂല. അല്ല, അവിടെ വേറെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 10 ആൾക്കാരെ കാണിക്കും. ഈ 10 ആൾക്കാരെയും ചിലപ്പോൾ ഡൗട്ട് അടിക്കും. ചിലപ്പോൾ ഇവനാണോ, ചിലപ്പോൾ ഇവനായിരിക്കും. ചിലപ്പോൾ വഴി കൂടെ ചായ കൊടുത്ത് നടന്നവന് അവനെന്താ അങ്ങനെ പോയാൽ ചിലപ്പോൾ അവനായിരിക്കും, ഇങ്ങനെ സംശയിക്കും. ചിലപ്പോൾ മേ ബി അവർ ഗസ് ചെയ്ത് ഏതെങ്കിലും ഒരാളായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവനെ നേരത്തെ തോന്നിയായിരുന്നു, പക്ഷെ അവർ അതേപോലെ തന്നെ 15 ആൾക്കാർ 20 ആൾക്കാർ വേറെയും ഗസ് ചെയ്തിട്ടുണ്ടാവും. അത് ലാസ്റ്റിലേക്ക് വരില്ല. ഇവനെ ഞാൻ ഗസ് ചെയ്തെന്നുള്ള സാധനം ചുമ്മാ ഞാൻ പറഞ്ഞില്ല. ഇപ്പം കുറെ പടങ്ങളുണ്ട്. ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ചുമ്മാ പറഞ്ഞ പോർത്തോഴിൽ സിനിമ ഞാൻ കാണുന്ന സമയത്ത് ഈ വില്ലന്റെ ഒരു ബാക്ക് മാത്രം കാണിക്കുന്നുണ്ട്. അതായത് ആളെ റിവീലേ ചെയ്യുന്നില്ല, ബാക്ക് ഷോട്ട് മാത്രം കാണിക്കുന്നുണ്ട്. ആള് നടന്നു പോകുന്നുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു അയാളാണെന്ന് പറഞ്ഞു. ഒരു കാര്യമില്ലാതെ ക്ലൈമാക്സ് ഒന്നും ഇപ്പൊ ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടാ ഞാൻ ഗസ് ചെയ്ത്. പക്ഷെ ഞാൻ അതേപോലെ 10 ആൾക്കാരെ വേറെയും ഗസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനത് പറയില്ലല്ലോ, ഞാൻ പറയാ ഇവനെയാണ്. അപ്പൊ അതുപോലെ വരും. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്യും. ഇപ്പം ഇവനാണ് ആൾക്കാർക്ക് പറയാൻ വേണ്ടി. പക്ഷെ ഓഡിയൻസ് എങ്ങനെയാണെങ്കിലും ഞാൻ 10 വരെ ഗസ് ചെയ്തതിൽ ഒരുത്തനായിരുന്നു എന്ന് പറയത്തില്ല, ഞാൻ ഇവനെ ഗസ് ചെയ്തിരുന്നു മാത്രം വരും. പക്ഷെ ഈ പറഞ്ഞ പോലെ അതൊരു ചടങ്ങാണ് ഈ സസ്പെൻസിനെ കുറച്ച് ഇട്ട് കൊടുക്കുക എന്നുള്ള സാധനം. കാരണം ഓഡിയൻസും ഒരു ക്രൈം നടക്കുമ്പോൾ അവരും നമ്മുടെ ഒപ്പം തന്നെ പോലീസിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഇവരുടെ കൂടെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇവനാണോ, അവനെന്ത് അങ്ങനെ പറഞ്ഞേ, അവൻ ഇങ്ങനെ പറഞ്ഞ എന്തിനാന്നൊക്കെ. അപ്പം അവർക്കൊരു എൻഗേജ്മെന്റ് വരണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാരെ ഇട്ട് കൊടുത്ത് എൻഗേജ് നിർത്തിയാലേ നമുക്ക് ആ ഒരു അവനല്ല ഇവനാന്നോട്ടുള്ള ഒരു ഷോക്ക് എലമെന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് ചടങ്ങാണ്, കുറച്ച് ആൾക്കാരെ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ആചാരമാണ്. അത് ബ്രേക്ക് ചെയ്തിട്ട് അങ്ങനെ കഥ കൊണ്ടുപോകാൻ പറഞ്ഞ ഇച്ചിരി പാടായിരിക്കും. ത്രില്ലേഴ്സ് ഇച്ചിരി പാടല്ലേ, ചിന്തിച്ച് നമ്മളെങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് പാടുള്ള പരിപാടിയാണ്. ഓക്കെ. നെക്സ്റ്റ് അടുത്ത എഴുത്ത് പരിപാടി തുടങ്ങി കാണുമല്ലോ അല്ലേ? അടുത്ത വർക്കുകൾ നടക്കുന്നുണ്ട്. അനൗൺസ് ചെയ്യാനായിട്ടില്ലാത്തതുകൊണ്ടാണ്. അടുത്ത ജോണർ ഏതായിരിക്കും? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് കോമഡി പരിപാടിയാണ്, പിന്നെ ഒരു ഹൊറർ കോമഡി,
അങ്ങനെ 1-2 പരിപാടീസ് ഉണ്ട്. വേറെ വേറെ ഒന്നും channels ആ. പുറത്ത് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. സിനിമയുടെ കാര്യമായതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ വന്ന ശേഷമാണ് പറയാൻ പറ്റുള്ളൂ. ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എഴുതുന്ന സമയത്ത് നമുക്ക് ഈ സസ്പെൻസ് ഒളിപ്പിക്കാന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇപ്പൊ ഈ ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ വരുന്നുണ്ട്, അവരെ എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യും ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് എന്ന്. കാരണം എങ്ങനെയാണെങ്കിലും ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങനത്തെ ഒരാൾ വന്നാലാണ് മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് കുറച്ച് പവർ വരത്തുള്ളൂ. അല്ലെങ്കിൽ അവനോട് നമുക്കൊരു സിമ്പതി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവനോട് ടെൻഷൻ ബിൽഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരാൾ ഓപ്പോസിറ്റ് വേണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് ടെംപ്ലേറ്റ് ആണ്, ഈ പറഞ്ഞ പോലെ ഒരു ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരാൾ എന്നുള്ളൊരു സാധനം. അപ്പം എന്തായാലും നമുക്ക് എല്ലാവരും ഒരേ പാറ്റേണിലുള്ള ക്യാരക്ടേഴ്സ് എന്തായാലും നമുക്ക് പറ്റത്തില്ല. നമ്മൾ എങ്ങനെയായാലും സ്ക്രീനിൽ കാണുമ്പോൾ പല പാറ്റേണിലുള്ള ആൾക്കാരാണ്. നമ്മൾ ഇപ്പോൾ തന്നെ നമ്മളിവിടെ ഇരിക്കുന്ന 5 പേരുണ്ട്, 5 പേര് 5 ക്യാരക്ടേഴ്സ് ആയിരിക്കും. നമ്മളതിനെ അങ്ങനെ തന്നെ കൊടുത്തില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. ഓക്കെ. നിങ്ങൾ ഈ റൈറ്റേഴ്സ് എപ്പോഴും ഇങ്ങനെ ആളുകളെയൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുവോ? ഞാൻ അത്യാവശ്യം ചെയ്യും. ഞാൻ സിറ്റുവേഷൻസ് ആണ് നോക്കാറുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ നോക്കും. ഞാനിപ്പം നടന്നു വന്ന സമയത്ത് ആരെങ്കിലും ചെടി നനയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കും. അതെങ്ങനെ ചെടി നനയ്ക്കുന്നേ, എന്താണ് അയാളുടെ ഭാവം, അയാൾ ഭാര്യയായിട്ട് അടി ഉണ്ടാക്കിയിട്ടാണോ, അത് ഞാൻ ഇങ്ങനെ ചുമ്മാ നടക്കും. പക്ഷേ കൂടുതലും ഞാൻ അത് ഭയങ്കരമായിട്ട് ചെയ്യലുണ്ട്. അത് ഒരു പരിധിവരെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞേ, നമ്മൾ ഈ പറഞ്ഞ പോലെ കൂടെ നടക്കുന്നവൻ തന്നെ എന്തൊക്കെ ഇതുണ്ടാവും, അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞപ്പോൾ ഞാൻ ശരിയാണല്ലോ, ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ഉണ്ടാവും. അപ്പൊ ചുമ്മാ എല്ലാവരെയും നോക്കും, ഓരോരുത്തരുടെ ലുക്ക് എങ്ങനെയാണ്, അവരുടെ സംസാരം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് എല്ലാ സമയത്തും അല്ല, ചിലപ്പോൾ ഇപ്പൊ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞാൻ നോക്കും. ഇപ്പൊ നടക്കാൻ ഇറങ്ങുവാണെങ്കിൽ നോക്കും. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ മീറ്റിങ്ങിനൊക്കെ പോകും, അങ്ങനത്തെ പരിപാടിക്കൊന്നും ഉണ്ടാവില്ല. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ പോവാണ്, ട്രാവലാണ് പരിപാടിയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ഒബ്സർവ് ചെയ്യും. ഈ ഒബ്സർവേഷൻസ് ഒക്കെ നമ്മുടെ എഴുത്തിൽ സ്വാധീനിക്കാറുണ്ട്. ഇടയ്ക്ക് ഭയങ്കര യൂസ് ആവും ചില ക്യാരക്ടേഴ്സിന്. ഞാൻ സിറ്റുവേഷൻസ് ഒക്കെ നോക്കാറുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ ബിഹേവ് ചെയ്ത് ആ സിറ്റുവേഷനിൽ അയാൾ എങ്ങനെ മാറി മാറി ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഞാൻ നോക്കാം. അതൊക്കെ നമുക്ക് സീനിലേക്ക് ചില ഇതിലൊക്കെ ഉപകാരപ്പെടുകയും ചെയ്യാറുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്നതൊക്കെ തന്നെയാണ് നമ്മുടെ കഥകളിലും വരുന്നത്. എങ്കിലും ഓഡിയൻസിന് കണക്ട് ആവും അങ്ങനെ ആവുമ്പോൾ. ഇയാളെ പോലെ ഒരാൾ എന്റെ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ അവനെ പോലെ ഒരാൾ എന്നോട് എന്റെ കൂടെ പഠിച്ചു, നമുക്ക് അങ്ങനെ കിട്ടണമെങ്കിൽ ഓഡിയൻസിനത് ഓഡിയൻസിന് കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ നമ്മൾ ക്യാരക്ടേഴ്സുമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ. നമ്മൾ എഴുതുന്ന സമയത്ത് ഇപ്പൊ നമുക്കൊരു വിഷൻ ഉണ്ടാവുമല്ലോ, നമ്മളൊരു സീൻ എഴുതുമ്പോൾ നമ്മുടേതായ ഒരു രീതിയിലല്ലേ എഴുതുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഈ ഓഡിയൻസ് അത് ഇന്റർപ്രറ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരില്ലേ? അങ്ങനത്തെ ഏതെങ്കിലും ഒരു സീൻ ഉണ്ടായിരുന്നോ? അല്ല, അത് പല സീനുകളും അങ്ങനെ വരും, നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, കമന്റ്സ് ഒക്കെ കണ്ടപ്പോ നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാവരും റീഡ് ചെയ്തതെന്ന് തോന്നിയ ഏതെങ്കിലും ഉണ്ട്? അങ്ങനെ കുറച്ച് സ്പോയിലർ അല്ലാതെ ഏതെങ്കിലും പറയാൻ പറ്റും? അത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഷെയ്ൻ ബ്രോയിന്റെ ക്യാരക്ടർ കുറെ പേര് ഭയങ്കര ഒരു ഇതിൽ സംസാരിച്ചായിരുന്നു. ഒരു SI ബോൾഡ് അല്ല എന്നുള്ള സാധനം. പക്ഷെ അത് കൺവിൻസ് ചെയ്യാൻ കാരണം സ്റ്റാർട്ടിംഗ് ആണ്, ഉണ്ട്. പക്ഷെ എന്നിട്ടും ആൾക്കാർ അമച്ചോ എന്നുള്ള സാധനം സംസാരിച്ചു. ട്രെയിനിങ് കിട്ടിയതല്ലേ, മനഃപൂർവ്വം കുറ്റം പറയാൻ വേണ്ടി ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരന്മാർ നമ്മുടെ നാട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഈ ലുക്കിലുള്ള SIമാരുണ്ട്. ഇപ്പൊ ഒരു മർഡർ കേസ് വന്നാൽ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇനി ഞാൻ പിടിച്ച് 2 ദിവസം ചിലപ്പോൾ കിടക്കും. ഇതായിരിക്കും എന്റെ സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷെ ആൾക്കാർ കാണുന്ന സമയത്ത് ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു കേസ് അന്വേഷിക്കാൻ വരുമ്പോൾ ഒന്നല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 10-40 വയസ്സുള്ള കുറെ കേസുകൾ തെളിയിച്ച് ഇപ്പൊ ആൾ എന്തോ സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്, ആളെ തിരിച്ചു വിളിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ആള്, എനിക്ക് അറിയുന്ന ഒരാളുണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു കേസ് അന്വേഷിക്കാൻ കെൽപ്പുള്ള ഒരാളാണോ അവൻ എന്നുള്ള ഒരാൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്താലുള്ള സാധനമാണ് ഇത് ചെയ്തത്. കുറെ പേർക്ക് അത് നല്ലപോലെ കണക്ട് ആയി മനസ്സിലായിരുന്നു. ചില ആൾക്കാർ കുറ്റം പറയാൻ വേണ്ടി മനഃപൂർവ്വം ഈ പറഞ്ഞ ആ സാധനം പറഞ്ഞിട്ടുണ്ട്. അത് മേ ബി എന്തുകൊണ്ട് നമുക്കറിയില്ല. ആ ഒരു സാധനം നമ്മൾ കുറച്ച് ആൾക്കാർ 10-12 മാസം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്നല്ലേ. പക്ഷെ നമ്മൾ പഠിച്ചിറങ്ങുന്നത് പോലെ തിയറിറ്റിക്കലി പഠിച്ചിറങ്ങുന്നതല്ലല്ലോ പ്രാക്ടിക്കലി വരുന്നത്. അതാണ് പക്ഷെ അത് കൺവിൻസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, നമ്മൾ അത് കുറെ ഡീറ്റെയിലിംഗ് നമ്മൾ അതിന് ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം വന്നിട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ നോക്കിയിട്ട് ചായ കുടിക്കുന്ന ഒരു സീനുണ്ട്. അതായത് പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുതിയതായിട്ട് ഒരു സ്ഥലത്ത് എത്തുന്നു എന്നുള്ളത് കാണിക്കുക, അത് തന്നെയല്ലേ ഉദ്ദേശിച്ചത്? അത് കുറെ സീനുകളുണ്ട്. അതിനാ തുടക്കത്തിലെ ആള് യൂണിഫോം ഇട്ട് വന്ന എല്ലാവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സംഭവം അല്ലേ എന്ന് തോന്നുന്ന രീതിയിലാണ് ആളുടെ ഒരു. അതേപോലെ തന്നെ അതിനകത്ത് തുടക്കത്തിലെ കേസ് വരുന്ന സമയത്ത് ആള് മെയിൻ ആയിട്ടുള്ള ആള് സംസാരിക്കുമ്പോൾ ആള് പരസ്പരം അവരെയാണ് നോക്കുന്നത്. അതൊക്കെ മാറ്റുമ്പോൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വൃത്തി ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആൾക്കാർ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ എന്താന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു 1-2 റിവ്യൂസിൽ എനിക്ക് പേരെടുത്ത് പറഞ്ഞ മൺസൂൺ മീഡിയ എന്ന് പറഞ്ഞ അതിനകത്ത് സുധീഷ് പയ്യന് ഒരാൾ റിവ്യൂ പറഞ്ഞത് അത് പക്ക റിവ്യൂ ആണ്. അതിൽ കുറെ നെഗറ്റീവ്സ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം അവളൊരു കാര്യം പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ നമുക്ക് തോന്നും ഇതൊക്കെ എന്തായത് എന്തിനാന്നൊക്കെ, പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതിന് വേണ്ടിയായിരുന്നല്ലേ എന്ന് ചിന്തിക്കുന്ന കുറെ കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ ഇപ്പൊ ചോദിച്ചല്ല കറക്റ്റ് ചോദ്യം, അതായത് ആൾക്കാർക്ക് കണക്ട് ആയത്. എനിക്ക് അതിലൊരു ഡൗട്ട് ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ
എല്ലാം പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എക്സ്പ്രഷൻസ് പോലും മാർട്ടിൻ ബ്രോ അത്രയും കിടിലായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ അതിന് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത പോലെ ഫീൽ ചെയ്തു. കാരണം ആ ക്യാരക്ടറൈസേഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ സ്റ്റോറിയിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ SI വിജയൻ്റെ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഒരു SI പുതിയതായിട്ട് ചാർജ് എടുത്ത ആളുടെ ട്രാവൽ. അപ്പം അത് ആൾക്കാർ മനഃപൂർവ്വം മറന്നുപോയ പോലത്തെ ഒരു ഫീൽ കിട്ടിയായിരുന്നു. ആക്ച്വലി അങ്ങനെ ആയതുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ ബേൺ ആയിട്ട് പോയി സെക്കൻഡ് ഹാഫ് അതെ നമ്മൾ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തത്. അതെ ശരിക്കും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അതൊരു സെക്കൻഡറി ആണ്. അത് സെക്കൻഡ് പാർട്ട് മാത്രം. ഫസ്റ്റ് പാർട്ട് ഒരു ന്യൂ ജോയിനായ SIക്ക് ഇങ്ങനെ വരുന്നു, കേസ് വരുന്നു, ഹാൻഡിൽ ചെയ്യുന്നു. എങ്ങനെ ഒരു പോലീസ് പഠിച്ചിറങ്ങിയ ഒരാൾ പോലീസ് ആവുന്നത് എങ്ങനെ എന്നുള്ള ആ ഒരു ക്യാരക്ടറാണ് ശരിക്കും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അതാണ് മെയിൻ ആയിട്ട് ഒരു പ്ലോട്ട്. അതിലേക്കാണ് ഈ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു കേസാണ് ഒരാളെ പോലീസ് എങ്ങനെയാണ് പോലീസിങ് എന്ന് പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കേസുകളെല്ലാം വരുന്നത്. ആ ഒരു ട്രാക്ക് മനസ്സിലാക്കി റെഫറൻസ് എടുത്തായിരുന്നു ആരോടെങ്കിലും ചോദിച്ചാൽ ഇതുപോലെ നമുക്ക് അറിയുന്നുണ്ടോ? നമുക്ക് ഇഷ്ടംപോലെ കൂട്ടുകാരന്മാരുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, എന്നെക്കാട്ടും കുറച്ചും കൂടി ഹൈറ്റ് കുറച്ച് കുറഞ്ഞു അല്ലെങ്കിൽ മെലിഞ്ഞ ഒരാളെ ഈ പറഞ്ഞ പോലെ ആള് MLA ഗൺമാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അവനെ കൊണ്ടുവന്ന് ഗണ്ണും പിടിച്ച് നിർത്തിയ വിശ്വസിക്കുമോ? ആക്ച്വലി ഞങ്ങളുടെ കൂട്ടുകാരൻ ഒരുത്തനുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ സിനിമയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പൊ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. ഷെയ്ൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ആ ക്യാരക്ടർ വർക്കായിട്ടുണ്ട്. അപ്പൊ നമ്മളും ഈ പറഞ്ഞ പോലെ അതാണ് റെഫറൻസ്. നമ്മളെ കൂട്ടുകാരന്മാർ കുറെ പേരുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ കാറ്റഗറിയിൽ ഈ പറഞ്ഞ പോലെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ അവര് സ്ക്രീനിൽ വന്നാൽ അങ്ങനത്തെ ഒരാൾക്കാർ സ്ക്രീനിൽ വന്നാൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടാസ്ക് പരിപാടി. ഈ കാസ്റ്റിംഗിലൊക്കെ നിങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു? മാർട്ടിൻ ബ്രോ സംസാരിക്കും, ഡയറക്ടർ തന്നെ നമ്മളടുത്ത് ഇങ്ങനെ പറയും, ബ്രോ ഇന്ന ക്യാരക്ടർ നമ്മളടുത്ത് റെഫറൻസ് ആദ്യം ചോദിച്ചു. ഈ പറഞ്ഞ പോലെ നിങ്ങളെ എനിക്ക് മൊത്തം ഇത് വേണം, ആരൊക്കെ എന്തൊക്കെയാന്നുള്ള സാധനം അങ്ങനെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാസ്റ്റ് ലിസ്റ്റ് അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് മാർട്ടിൻ ബ്രോ നോക്കി മാർട്ടിൻ ബ്രോന്റെ സജഷൻസ് ഒക്കെ വെച്ചിട്ട് നോക്കി എങ്ങനെയാണെങ്കിലും ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ, അതിലാണല്ലോ നമ്മളിപ്പോ മനസ്സിൽ കണ്ട പോലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. ഒരു ഡയറക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ കാണുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട്. നിങ്ങളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ നായകനായിട്ട്? ഇല്ല, നമ്മള് നായകൻ ഫിക്സ് ഉണ്ടായിരുന്നില്ല. നമ്മള് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോ തന്നെ മാർട്ടിൻ ബ്രോയും സംസാരിച്ചപ്പോ ഇങ്ങനെ ഷെയ്ൻ ബ്രോയിന്റെ കാര്യം പറഞ്ഞപ്പോ നമുക്കും അത് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ വേണമായിരുന്നല്ലോ. ആലോചിച്ച് നോക്കിയപ്പോ അത് കറക്റ്റ് ആയിരുന്നു. ഈ സിനിമയുടെ ക്ലൈമാക്സ് ആണ് ഏറ്റവും ആദ്യം എഴുതിയെന്ന് പറഞ്ഞല്ലോ. ഏറ്റവും അവസാനം എഴുതിയ സീൻ ഏതായിരുന്നു? അവസാനം അല്ല എഴുതിയത് സ്ക്രിപ്റ്റ് ആയിട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? ഒരു 2024 പകുതിയോടെ. ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 6-7 മാസം മുന്നെയാണ് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് തീർക്കുന്നത്. പക്ഷെ എഴുത്ത് സ്റ്റാർട്ടിങ് തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പിന്നെ വേണ്ട ഓർഡറിൽ തന്നെ നമ്മൾ എഴുതും. ആണോ? അങ്ങനെയാണോ? പലരും പറയുന്നത് അപ്പ കിട്ടുന്ന സീൻസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് കംപ്ലീറ്റ് സ്റ്റോറി സെറ്റ് ചെയ്യും. സ്റ്റാർട്ട് ടു എൻഡ് ഈ സീൻ കഴിഞ്ഞാൽ അടുത്ത സീൻ ഇങ്ങനെ പോകണം, അടുത്ത സീൻ ഇങ്ങനെ പോകണം. അത് നമ്മൾ കഥയായിട്ട് നമ്മൾ പറഞ്ഞ് അത് സെറ്റ് ആവും. പക്ഷെ എഴുതുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ഹാഫ് എഴുതും, സെക്കൻഡ് ഹാഫ് എഴുതും. ഇപ്പൊ ആദ്യത്തെ 10 സീൻ ഇവനായിരിക്കും, അത് 11ാമത്തെ സീൻ ഞാനായിരിക്കും എഴുതുക. ആ കണക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം ഒരു ക്യാരക്ടർ എങ്ങനെയാണ് പോകുന്നത്, എന്താണ് പരിപാടി എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം അവസാനം ഇല്ല, സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നു, പിന്നെ നമുക്ക് എന്തെങ്കിലും കറക്ഷൻ തോന്നിയാൽ മാത്രം. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കഥ ആയതുകൊണ്ടാണോ ഇടുക്കി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലം അല്ലെങ്കിൽ കുറച്ച് അകത്തോട്ടുള്ള ഗ്രാമപ്രദേശം എന്നൊക്കെ എടുത്തത്? ഞാൻ പറഞ്ഞില്ലേ, ഇത് നടന്ന സംഭവത്തിന്റെ ഒരു ചെറിയ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ഏരിയ തന്നെ മൈൻഡിൽ വന്ന ആദ്യം. കാരണം അവിടെ കുറുക്കന്റെ ശല്യം ഉണ്ടായിരുന്നു പണ്ട്. അപ്പം അത് കഥയുമായിട്ട് കുറച്ച് കണക്ഷൻസ് ഉള്ള സാർ. അപ്പം അത് അങ്ങനത്തെ ഒരു ഏരിയയിൽ നടന്നാലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. പ്ലസ് അവിടെയാണ് നടന്നതും. അപ്പൊ പിന്നെ അങ്ങനത്തെ തന്നെ അങ്ങനെ പോകാന്നുള്ള ഒരു ഇതിനകത്ത് പിന്നെ കഥാപരമായിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് അത് ആവശ്യമാണ്. കാണുമ്പോൾ മനസ്സിലാവും. ലാസ്റ്റിലേക്ക് വരുന്ന കുറച്ച് ഡീറ്റെയിലിംഗിൽ ഓക്കെ അത് അവിടെ നടന്നാലേ അത് കണക്ട് ആവുള്ളൂ. അതൊന്നും ടൗണിലേക്ക് കൊണ്ടുവച്ച് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവില്ല സാധനങ്ങളൊന്നും. ചില കാര്യങ്ങൾ. പക്ഷെ ഇങ്ങനത്തെ കഥകളിൽ മിക്കവാറും ഇങ്ങനത്തെ പ്ലേസസ് ചൂസ് ചെയ്യുന്നത് ഒരു സേഫ്റ്റിയും കൂടിയാണ്. കൂടുതലായിട്ട് ആൾക്കാർ കീറി മുറിക്കും. ടൗണിലേക്കൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് കീറി മുറിക്കാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊന്നും ഫില്ല് ചെയ്യാൻ നമ്മളെ കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളാകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ കഥയ്ക്ക് അത് ഭയങ്കരമായിട്ട് വരും. അറിയാം, ക്ലൈമാക്സിന്റെ ഏകദേശം സെറ്റ് അറിയാലോ. അപ്പൊ അതിന് അത്രയും ക്വസ്റ്റ്യൻസ് വരാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ഒരു സേഫും കൂടിയായിരുന്നു. നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രേക്ഷകർ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിക്കും എന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നില്ല ആർക്കും, ആരും ചോദിച്ചിട്ടില്ല അതെന്താ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചെന്ന്. നിങ്ങൾ വിചാരിച്ചു അത് അതായത് ക്വസ്റ്റ്യൻസ് പരമാവധി നമ്മൾ അടച്ചിട്ടുണ്ട്. അതായത് ഈ ക്വസ്റ്റ്യൻ വരുത്തില്ല എന്നുള്ളൊരു സാധനം.
ആരും അങ്ങനെ ചോദിച്ചില്ല. ഒരാൾ മാത്രം ഒരു അത് ക്ലൈമാക്സിനെ പറ്റിയ ചോദിച്ചായിരുന്നു. പക്ഷെ അത് ഓൾറെഡി പടത്തിൽ കാണിച്ചിട്ടുണ്ട്. എന്നെ ആളെന്നെ വിളിച്ച് അതിങ്ങനെ എന്താ ഞാൻ പറഞ്ഞത് അത് ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി നോക്ക്. ഡീറ്റെയിൽ വീണ്ടും ഒന്നും കൂടെ കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ അതൊക്കെ മനസ്സിലാവുക. പക്ഷെ മാക്സിമം നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ ചിലർക്ക് ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു സ്ലോ ബേൺ ആണെന്നുള്ള ആ പരാതികൾ നമ്മൾ കുറെ കേട്ടായിരുന്നു. മേ ബി അതല്ലാതെ ഡൗട്ട്സ് അങ്ങനെ ആരും ചോദിച്ചില്ല എന്തുകൊണ്ട് അങ്ങനെ. പിന്നെ ആകെ ഒരാൾ കമന്റ്, ട്രെയിലറിന്റെ കമന്റ് വന്നപ്പോൾ തന്നെ ഞാൻ നോട്ട് ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു. SI വിജയ് കേസ് അന്വേഷിക്കുന്നത്. അപ്പൊ SI അല്ലല്ലോ കേസ് അന്വേഷിക്കുക, CA അല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ പടത്തിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് എങ്ങനെയാണ്. അപ്പൊ അത് ആ ചോദ്യം വന്നപ്പോ തന്നെ നമുക്ക് ഓക്കെ ആൾക്കാർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാധനം കിട്ടി. നമ്മൾ ഓൾറെഡി അതിന്റെ ആൻസർ ഓക്കെ. ആക്ച്വലി ട്രെയിലർ ഇറക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുമല്ലേ? അല്ല ട്രെയിലർ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ക്വസ്റ്റ്യൻ വന്നാൽ കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ CA ആണ് കേസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ കണക്ഷൻ എന്നുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ വന്നപ്പം ഓക്കെ, അപ്പൊ തിയേറ്ററിൽ പോയി കാണുമ്പോൾ മനസ്സിലായിക്കോളും അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എഡിറ്റിംഗിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാഗ്യമുണ്ട് അങ്ങനെയൊന്നും വന്നില്ല. നമുക്ക് നമുക്കത് ഇങ്ങനെ ചെയ്യായിരുന്നല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതായിരുന്നല്ലേ എന്ന് തോന്നുന്ന ഒന്നും ആ ഒരു ക്വസ്റ്റ്യൻ വന്നില്ല. കാര്യത്തിലൊരു സമാധാനമുണ്ട്. ഇനി വരുമെന്നറിയില്ല. OTT വരുമ്പോ ചിലപ്പോൾ കീറി മുറിക്കൽ അപ്പോഴാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് OTT-ലാണ്. കാരണം റീവൈൻഡ് ചെയ്ത് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. തിയേറ്ററിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇറങ്ങി, അത് കഴിഞ്ഞു. പക്ഷെ OTT-ൽ വരുമ്പോ നമുക്ക് ബാക്ക് ചെയ്ത് ഓരോ സീനായിട്ട് ഒരു 5 സീൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതെന്താ അവിടെ നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ മൂന്നാമത്തെ സീനിലേക്ക് ബാക്ക് ചെയ്ത് പോകും. പക്ഷെ നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ അത് ഈ പറഞ്ഞ പോലെ രണ്ടാമത് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. തുടക്കത്തിൽ പോലും നമ്മൾ ചില സാധനങ്ങൾ പറയുന്നത് കണക്റ്റഡ് ആണ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നുന്നു ട്രെയിലർ കാണുമ്പോൾ ചിലപ്പോൾ നല്ലതും പറയാം, ചില എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സും വരാം. എനിക്കറിയില്ല, ഇതുവരെ ഒന്നും വന്നിട്ടില്ല നെഗറ്റീവ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഓക്കെ. നമ്മളിപ്പോൾ ഒരു സിനിമ ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് കാണുന്ന സമയത്ത് അത് വൺ ടൈം വാച്ചബിൾ അല്ല, അപ്പൊ സെക്കൻഡ് ടൈമും കൂടെ കാണുമ്പോഴാണ് കുറച്ചുകൂടി കണക്ട് ആവുക എന്ന് പറയുന്നത്. അതാണോ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത്? അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില സിനിമകൾ നമ്മളെല്ലാവരും കൊണ്ടും 2, 3, 4 വട്ടമൊക്കെ കാണും. ഇപ്പം ഉദാഹരണത്തിന് ദൃശ്യം തന്നെ എത്ര വട്ടം TV കണ്ടിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പാടില്ല. പക്ഷെ അതിന്റെ സസ്പെൻസ് നമുക്ക് അറിയാലോ, എന്താണ് ലാസ്റ്റ് അടക്കാൻ പോകുന്നത്, ജോർജ് കുട്ടീന്റെ നടത്തമൊക്കെ നമുക്ക് അറിയാം. പക്ഷെ എത്ര വട്ടം കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് അറിയുന്നത് കൊണ്ടല്ല, ആ പടത്തിനൊരു ഭംഗിയുണ്ട്, ആ പടത്തിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. അപ്പൊ അതിലാണത്. ദൃഢത്തിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ടൈം വാച്ച് ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ കണക്ട് ആവും. ഓക്കെ, അതിനായിരുന്നല്ലേ ഇത് പറഞ്ഞേ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ അല്ലെ, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കണക്ട് ആവും. അത് ശരിക്കും ഫസ്റ്റ് കണ്ട് ലാസ്റ്റ് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവാം, ഇല്ലെങ്കിൽ സെക്കൻഡ് വാച്ചിൽ അങ്ങനത്തെ ഒരു സാധനം കിട്ടും. നമ്മുടെ സീക്വൽ എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ സീക്വൽ ഓൾറെഡി ഫിനിഷ്ഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ക്യാരക്ടറും ആ ഒരു പരിപാടിയൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റിയൊരു നമ്മൾ ചുമ്മാ ഇരുന്നപ്പോ ഇങ്ങനെ സംസാരിച്ചു. പടത്തിന്റെ റിലീസിന്റെ തലേദിവസമൊക്കെ മാട്ടിമുറയൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്ന് വർത്താനം പറഞ്ഞായിരുന്നു ആ ക്യാരക്ടറിനെ പറ്റിയിട്ടൊക്കെ. അങ്ങനെ പ്ലാൻഡ് അല്ല, ഫിനിഷ്ഡ് ആണ്. അതെ, അതാ ചോദിച്ചത്. അപ്പൊ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ അതിനകത്തൊരു പോയിന്റ് ഉണ്ട്. അല്ല, ഓഡിയൻസിന് ഒരു സാധനം ഉണ്ട് അതിനകത്ത്. ആരും ഇതുവരെ അത് ചോദിച്ചു കേട്ടോ, ദൃഢം 2 ഇല്ലേന്ന്. അതിനകത്തൊരു സാധനം ഉണ്ട്. പക്ഷെ അത് ബോധപൂർവ്വം അതങ്ങനെ അല്ല, ആദ്യം ചെയ്ത സമയത്ത് നമ്മള് ഫസ്റ്റ് ഡ്രാഫ്റ്റിനകത്ത് അതിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് അടുത്ത ഡ്രാഫ്റ്റിലേക്ക് വന്നപ്പോൾ അത് കളഞ്ഞതാ. പക്ഷെ ആ കളഞ്ഞ സാധനം ശരിക്കും ഒരു ഹുക്ക് പോയിന്റ് ഉണ്ട്. സെക്കൻഡിലേക്ക് പിടിക്കാൻ പറ്റിയ ഒരു സാധനം ഒട്ടു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ആർക്കും അങ്ങനെ മനസ്സിലാവുന്നില്ല. അത് നമുക്ക് കണക്ട് ആവും, നമ്മൾ എഴുതിയത് കൊണ്ട്. അത് എഴുതിയിട്ട് നമ്മൾ കളഞ്ഞതാണല്ലോ, അതുകൊണ്ട് നമുക്ക് കണക്ട് ആവും ഒരു സാധനം അതിനകത്തോ. ചിലപ്പോ അത് നമുക്ക് മാത്രം തോന്നലായിരിക്കാം. ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് തോന്നിയത് ചിലപ്പോ അത് ഇപ്പൊ നമ്മൾ അത് ഡെവലപ്പ് ചെയ്ത് വേറെ ആളോട് പറയുമ്പോ ചിലപ്പോ അത് ആവശ്യമില്ല തോന്നിയേക്കാം. നെക്സ്റ്റ് സിനിമ നമ്മൾ എപ്പോഴാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? കൊല്ലം തന്നെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. അതിന്റെ കാര്യങ്ങളായിട്ട് സമയമെടുക്കും ചിലപ്പോ. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ അതിന്റെ പുറകെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം. ദൃഢ സക്സസ് ആയതുപോലെ അടുത്ത സിനിമ സക്സസ് ആകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.